ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള തേങ്ങ അരച്ച അയലക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പകരം കുടംപുളിയൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഇത് അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടാണ്. അതിലേക്കൊരു 4 ചെറിയുള്ളിയും 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി ഇതാ ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി ആ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചധികം വെള്ളം എടുത്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി നന്നായിട്ട് തന്നെ പിഴിഞ്ഞ് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കലക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് നടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ മീനായിട്ട് അയില കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ കുട്ടി അയിലാണ് കേട്ടോ. 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ നടുവിൽ മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അയിലക്ക് പകരം ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം നമ്മൾ ഇതുവരേക്കും ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇത് അടച്ച് വെച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്നവരേക്കും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കറി ഒന്ന് തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 8-10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നോളൂ. ഇപ്പോൾ ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറിയൊക്കെ നല്ലപോലെ റെഡി ആയി വന്നാണ്. മീനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചെടുക്കാനായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയുള്ളിൻ്റെ കളറ് മാറി ഈ ഒരു പരുവത്തിലായി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ച ഉടനെ തന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലും കാര്യമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയലക്കറി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.